ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിൽ നമുക്ക് നോർമലായിട്ടൊരു അക്കൗണ്ട് ഉള്ളത്. പക്ഷെ അതിലെങ്ങനെ ബ്ലൂടിക്ക് ഫ്രീ ആയിട്ട് ബ്ലൂടിക്ക് വരുത്താം. അത് പൈസ കൊടുത്തിട്ട് വേണം ബ്ലൂടിക്ക് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ബ്ലൂടിക്ക് വരുത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ഹാങ് ആവുന്നുണ്ടല്ലേ, നമ്മൾ ഇടയ്ക്ക് എത്ര ക്ലിയർ ക്യാച്ച് ചെയ്താലും ചില ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഫോൺ ഹാങ് ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. അത് ഹാങ് മാറുന്നില്ല, നമ്മൾ എന്ത് കിട്ടും. അപ്പോൾ അത് ശരിയാക്കാൻ എന്ത് ചെയ്യണം. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. നമ്മുടെ ഫോട്ടോസ് നമ്മൾ എത്ര അടിപൊളിയായിട്ട് നിന്നിട്ടും ഫോട്ടോ എടുക്കുമ്പോൾ അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അയ്യോ ഈ പോസ് പോരാ, ഈ പോസ് ശരിയായില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോസ് ചെയ്യണം, നമ്മൾ എങ്ങനെ പോസ് ചെയ്താലും നമ്മളെ ഫോട്ടോക്ക് നമ്മൾ അടിപൊളി ലുക്ക് വരിക എന്നുള്ളതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നൊരു സൈറ്റ് ഉണ്ട്. അതും ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂടിക്ക് എങ്ങനെ വരുത്താൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ എന്താ, പ്രൊഫൈൽ പിക്ചർ ഫോർ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ പിക്ചർ ബോർഡർ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ലോഡിങ് ആഡ്സ് എന്ന് പറയും. ജസ്റ്റ് ഒരു 10 സെക്കൻഡിൻ്റെ ആഡ്സ് വന്നിട്ട് അത് പിന്നെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് കണ്ടപ്പോൾ ബോർഡർ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ബോർഡുകൾ വരും. പക്ഷേ അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ബ്ലൂടിക്ക് ഉള്ളത്. അത് സെലക്ട് ചെയ്യാം. അത് ഡൗൺലോഡിങ് എന്നിങ്ങനെ വരും. ഡൗൺലോഡ് ചെയ്തപ്പോൾ അത് ഡൗൺലോഡ് ആയി കിടക്കുകയാണ്. ഇപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്യാം. പ്രൊഫൈൽ പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ആ പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ മറ്റേ ഇപ്പം എങ്ങനെയുണ്ട്. ഇപ്പം വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ക് നമുക്ക് ചെറുതാക്കി വലുതാക്കുകയോ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അത് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇതിൽ സേവ് കൊടുത്താൽ മതി. അതാണ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ലോഡിങ് ആഡ്സ് എന്ന് വരും. അപ്പോൾ ഒരു പരസ്യം കൂടി വരും. അപ്പോൾ ആ പരസ്യം വരുന്നതോടുകൂടി അത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പരസ്യം വന്നു പോയി, അത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ആ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഫോട്ടോ. ഇപ്പോൾ കണ്ടോ ബ്ലൂടിക്ക്. ഇത് നമുക്ക് പ്രൊഫൈൽ പിക്ക് ആയി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ പ്രൊഫൈലും ബ്ലൂടിക്കായി. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അതെ, നമ്മുടെ ഫോണ് നമ്മൾ എത്ര മറ്റെന്താ പറയുക, എത്ര ക്ലിയർ ക്യാച്ച്, അതുപോലെ തന്നെ ഡാറ്റാസ് ഡിലീറ്റ്, മെമ്മറി സ്റ്റോറേജ് ഫ്രീ ആക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഫോണ് ഹാങ് ആയി കൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നും ആവണില്ല. അത് നിൽക്കാതെ എനിക്ക് സംഭവിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഫോൺ ഇങ്ങോട്ട് ഹാങ്ങായി നിൽക്കുക. അപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ എവിടെ ഡാറ്റ എത്ര സ്റ്റോറേജ് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ കുറച്ച് ഡാറ്റാസ് അടങ്ങിയിട്ടുണ്ട്, അതിന് ഒഴിവാക്കണം. അപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ഏറ്റവും ലാസ്റ്റെല്ലാം കുറച്ചും കൂടി വരുമ്പോൾ കാണാം നമ്മൾ സൈറ്റ് സെറ്റിങ്സ്. ഈ സൈറ്റ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കാണാം ഡാറ്റ സ്റ്റോറഡ്. അതിലുണ്ടാവും ഇഷ്ടം പോലെ. കണ്ടോ, നമ്മൾ പോയ വെബ്സൈറ്റും വന്ന വെബ്സൈറ്റും അങ്ങനെ ഓപ്പൺ ചെയ്യാത്ത എല്ലാ വെബ്സൈറ്റിൻ്റെ ഡാറ്റകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഫ്ലിപ്കാർട്ടിന് 302 MB, സോഴ്സ് ആൻഡ്രോയിഡ് 266 MB, അങ്ങനെ ഒരുപാടുണ്ട്. അത് ഇവിടെയൊക്കെ KB കളാണ്, പക്ഷേ അവിടെ മുകളിൽ കുറേ MB കളാണ് പോയി കിടക്കണേ. അപ്പോൾ ഇത് ടോട്ടലി ഈ ഏറ്റവും അടി കാണുന്നുണ്ടോ ഡിലീറ്റ് ആൾ ഡാറ്റ ഡിലീറ്റിങ് ചെയ്ത് 1.2 GB ഫ്രീ ആവണേ. അപ്പോൾ അങ്ങനെ ഫ്രീ ആവുന്നതോടുകൂടെ എന്താവും, നമ്മുടെ ഫോണ് വളരെ ഫ്രീ ആവും. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഹാങ്ങായി. അത് ഫ്രീ ആയി കിട്ടണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ എത്ര പോസ് ചെയ്താലും ശരിയാവില്ല. നമുക്ക് ആ പോസ് അങ്ങോട്ട് ശരിയായി കിട്ടില്ല, എത്ര അടിപൊളിയായാലും. പക്ഷേ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും, ഫോട്ടോ വൃത്തിയായില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വൃത്തിയായില്ല എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആക്കാതെ തന്നെ നമുക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ഇതിൽ ഓപ്പൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റും, നമ്മളൊരു ബൈക്കും വേണമെങ്കിൽ കാറും വേണമെങ്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്താലാണ് നമ്മൾ കൂടുതലായിട്ട് അടിപൊളിയായി കിട്ടുക എന്നിങ്ങനെ നമുക്ക് കാണിച്ചു തരും. അതാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്